ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോയ ഒരു ഇന്ത്യൻ വെഹിക്കിളും ഉണ്ടാവില്ല, ഇന്ത്യക്കാരനും ഉണ്ടാവില്ല. 55 രാജ്യം 1.5 വർഷം സിനാൻ കിടന്നുറങ്ങിയത് ഈ വണ്ടിയിലാണ്. അതിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇനി ഒരു വരാനിരിക്കുന്നവർക്കുള്ള ഒരു അഡ്വൈസ് ഒക്കെ എന്തൊക്കെയാണ്? നമ്മൾ നാട്ടിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ടാവുക മാക്സിമം വെച്ചാൽ -6 ഡിഗ്രി വരെയാണ്. നമ്മൾ നോർമലി ഫ്രിഡ്ജൊക്കെ ഉണ്ടാവുക വീട്ടിലെ കമേഴ്ഷ്യൽ അല്ലാത്തത്. പക്ഷേ ഞാൻ ഈ വണ്ടിനകത്ത് കടന്നുറങ്ങിയത് -20 അപ്പോൾ അത്രയും തണുപ്പിനകത്ത് ഈ വണ്ടിനകത്ത് ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീം ചൂടായ 40 ഡിഗ്രി പോലും ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ട് ഇറാനിൽ. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തീരില്ല. അത്രയും വലിയ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ചാനൽ യുണൈറ്റഡ് വണ്ടർ നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി പോകുന്നവരെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും? പേടിക്കാനൊന്നുമില്ല, ധൈര്യം ഉണ്ടായാൽ മാത്രം മതി. ധൈര്യം വേണം. ആ ചങ്കൂറ്റുണ്ട്. ഒറ്റക്കല്ലേ നിങ്ങൾ പോയത്? ഒറ്റക്ക്. അത് ആർക്ക് വേണമെങ്കിൽ സാധിക്കാവുന്നതേ ഉള്ളൂ, ആർക്ക് വേണമെങ്കിൽ പോകാവുന്നതേ ഉള്ളൂ. വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടൊക്കെ പറ്റിയ? അതിന് നമ്മൾ നല്ല വണ്ടി, പുതിയ വണ്ടി എടുക്കണം. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിരിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഡേഞ്ചറാണ്. നമ്മൾ പഴയ വണ്ടിയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ വഴി ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കിലോമീറ്ററോളം, 1000 കിലോമീറ്ററോളം ഒരു കടയോ ഒരു വണ്ടിയോ മറ്റുള്ള ആൾക്കാരോ സഹായത്തിന് ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് നമ്മൾ സ്റ്റോർ വെക്കണം വണ്ടിനകത്ത്. എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഒരു 100 ലിറ്ററൊക്കെ ഉണ്ടാവും സ്റ്റോർ എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് വെക്കണം ആദ്യം തന്നെ. ഈ ഒരു ചങ്കൂറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോളൂ ഇപ്പം തന്നെ.